ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉന്മേഷത്തോടുകൂടി നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം. അപ്പം നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പച്ചക്കറികൾക്ക് എല്ലാം നല്ല കീടനാശിനികളൊക്കെ തളിച്ചിട്ടാണ്. ഈ നല്ല മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ആ മഴക്കാലത്തൊക്കെ അവരെയൊക്കെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കീടനാശിനിയൊക്കെ തളിച്ചേ പറ്റും. അപ്പോൾ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നല്ല ഭക്ഷണം, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു 10 തരത്തിലുള്ളതായ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വിളവൊക്കെ എടുക്കാനും അതുപോലെ കറികളൊക്കെ വെക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഒരു ചെറിയ വിളവെടുപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ മോളോടൊപ്പം ഒരു ഗാർഡൻ ടൂറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ നമ്മുടെ മുള്ളാത്തയിൽ കുമ്പളങ്ങയൊക്കെ കിടക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങയുടെ വെയിറ്റ് കൊണ്ട് നമ്മുടെ കുമ്പളവും ഒക്കെ നിലത്ത് വീണുപോയി കേട്ടോ. നിലത്ത് വീണു എന്നാൽ നമ്മുടെ മുള്ളാത്ത അങ്ങ് ഒടിഞ്ഞു പോയി. കിടക്കുന്നുണ്ടോ? ഉണ്ടോ? നല്ല അടിപൊളി കുമ്പളങ്ങയാണേ, നല്ല സൂപ്പർ കുമ്പളങ്ങ. അപ്പോൾ ഒന്നുണ്ട്, ഇനിയുണ്ട്. ഇനി ഇതേപോലെ ഇവിടെ നിലത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കുമ്പളങ്ങ ഉണ്ടല്ലോ, തോരൻ വയ്ക്കാനും നല്ല അടിപൊളി മോരുകറി ഉണ്ടാക്കാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും സാമ്പാറിനകത്തിടാൻ പച്ചടി ഉണ്ടാക്കാൻ ഏറ്റവും സൂപ്പറാണ് കേട്ടോ പച്ചടി. അതും പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അങ്ങോട്ട് നല്ല നല്ല മാംസളമായിട്ടുള്ള കുമ്പളങ്ങ അങ്ങോട്ട് വിളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നോക്കിക്കേ, കുമ്പളങ്ങ മാത്രമായപ്പം തന്നെ നമ്മുടെ മുറം നിറഞ്ഞു. ഇനി അടുത്ത കൃഷിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇനി നമുക്കേ അടുത്ത നമ്മുടെ ഇഷ്ടം പോലെ വെണ്ടയ്ക്ക, പല ടൈപ്പിലുള്ളതായ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നട്ട് അങ്ങനെ കായൊക്കെ പിടിച്ച് നിൽക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഇത് വളരെ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇനി വലുതാക്കി ഞാൻ നട്ടു, ദൈവം വളർത്തി, അത്ര തന്നെ. എന്ന് വെച്ചാൽ നമ്മളതിന് ഇടയ്ക്ക് ഒക്കെ വന്നിട്ട് ഒരാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർ നല്ല അടിപൊളിയായിട്ടാണ്, നല്ല ആരോഗ്യത്തോടാണ് വളർന്നു വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഊരുവെണ്ടയാണ്, മംഗലാപുരം ഊരുവെണ്ട. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേരൊക്കെ അങ്ങ് മറന്നു പോകും. ഇഷ്ടം പോലെ നല്ല സൂപ്പർ വെണ്ടയാണ്, ഇഷ്ടം പോലെ പിടിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഒരു 5-6 എടുത്തിട്ട് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തെല്ലാം നിപ്പുണ്ട്. അപ്പം നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു 10 ഗ്രോ ബാഗിനകത്തെങ്കിലും മണ്ണില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ പറമ്പില്ലാത്തവർ ഒരു 10 ഗ്രോ ബാഗിനകത്തെങ്കിലും നമുക്ക് വേണ്ടതായ 10 ടൈപ്പ് പച്ചക്കറികളൊക്കെ നടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നോക്കിക്കാൻ നല്ല സൂപ്പർ വേണ്ട, 2 എണ്ണം മതി. വെറുതെ ഇരുന്ന് സമയം കളയുന്ന നേരം കൊണ്ട് എന്തുവേണമെന്നറിയാമോ, ഒരു 10 വെണ്ടയ്ക്ക, അതുപോലെ 10 പയർ, 10 മുളക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം. ഇതെല്ലാം അങ്ങനെ നിൽക്കുകയാണ്, കണ്ടോ. നിമിഷ നേരം കൊണ്ട് നമ്മുടെ കൈ നിറയും. ഇപ്പം നിറയുന്ന നമുക്ക് കൊണ്ടുവന്ന് മുറത്തിനകത്തിടാം. ഷാളൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഷാളൊക്കെ ഇരുന്നാലേ നമുക്ക് വെണ്ടയ്ക്ക എടുക്കാൻ പാടാണ്. അങ്ങോട്ടുകൂടി ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെണ്ടയ്ക്ക വിളവെടുക്കാം. അപ്പോൾ ഈ മംഗലാപുരം ഊരുവെണ്ടയൊക്കെ ഒന്ന് നടണം കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്, നല്ല അടിപൊളി. നോക്കിക്കേ, നമ്മുടെ കൊമ്പൻ വെണ്ടയും ഇതൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അങ്ങ് പിടിക്കുന്നുണ്ട്. കൊമ്പൻ വെണ്ടയുടെ കൂട്ട് ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട്. ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് ഒടിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കാനായിട്ട്. കണ്ടോ, പെട്ടെന്ന് കൈ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണെങ്കിലും വെണ്ടയ്ക്ക എന്നുണ്ടെങ്കിൽ തോരന്, മെഴുക്ക് വരട്ടി, സാമ്പാർ, വെണ്ടയ്ക്ക സാമ്പാറൊക്കെ നല്ല സൂപ്പറായിട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വിളവെടുക്കട്ടെ. ഇവിടെ നട്ടേക്കുന്നത് അർക്ക അനാമിക എന്ന് പറയുന്ന വെണ്ടയാണ്. ഇവിടെ ഞാൻ തുടക്കം മുതൽ നിങ്ങളോട് പറയുന്നതാണ്, കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെ നല്ല വൃത്തിയാക്കിയിട്ട് ആണ് കുറച്ച്
പല ടൈപ്പ് ഒരു 10 ടൈപ്പോളം വെണ്ടകൾ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. നമ്മുടെ മംഗലാപുരം ഊരുവെണ്ടയുണ്ട്, റെഡ് വെണ്ടയുണ്ട്, അർക്ക അനാമികയുണ്ട്, അഞ്ചുത വെണ്ടയുണ്ട്, സാമ്രാട്ടുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ പച്ചയുണ്ട്, വെള്ളയുണ്ട്, അങ്ങനെ കുറേ ടൈപ്പുകൾ ഇവിടെ ഇങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഒരേപോലെ വെണ്ടയ്ക്ക് അങ്ങോട്ട് പിടിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ചിരിച്ചേനെ. കാരണം മമ്മി ഇതെല്ലാം കൂടെ എന്തോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് അവർക്കൊരു തമാശയാണ്. നമുക്കോ ഇതൊക്കെ അങ്ങോട്ടൊന്ന് പിടിച്ച് നീക്കുമ്പം നല്ലൊരു സന്തോഷം. കണ്ടോ, ഇതാണ് അർക്ക അനാമിക വെണ്ട. ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ച ടൈപ്പ് വെണ്ടയില്ലേ, അതാണ് ഇത്. ഇത് കൊച്ചു പ്രായത്തിലേ ഇവർ പിടിക്കാൻ തുടങ്ങി. എന്നാൽ കുഞ്ഞു പ്രായത്തിൽ പിടിച്ചതിനെ ഒന്നും നുള്ളിക്കളയേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. ഇഷ്ടംപോലെ അങ്ങ് പിടിച്ചോളും. നമ്മൾ മണ്ണടിപ്പിച്ച് വളവും കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. വളം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്ലറികളാണ് ഓരോന്നും ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചാണകപ്പൊടി, കോഴിവളം ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. കൂടുതലും നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മണ്ണടുപ്പിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാത്തിലും ഇഷ്ടം പോലെ പിടിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പം ചിലർ പറയുന്ന ആദ്യത്തന്നെ നുള്ളിക്കളയണം, ആദ്യത്തന്നെ നിർത്തരുത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒന്നിന് ഒരു പച്ചക്കറിയുടെയും ആദ്യത്തെ കുഞ്ഞുങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഇല്ല. കണ്ടോ, ഇഷ്ടം പോലെ പിടിച്ചേക്കുന്നത്. ഇതും അർക്ക അനാമികയാണേ. ഇതിപ്പം എൻ്റെ മൂത്തോലി നിറയിട്ട് തുമ്പൊക്കെ ഒന്ന് ഒടിച്ച് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മൂത്തത് നമ്മളെടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ അത് കറിയൊന്നും വെക്കാനായിട്ട് കൊള്ളത്തില്ല. മൂത്ത് പോയെങ്കിൽ അത് വിത്തിനായിട്ട് നിർത്തിയേക്കാം. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ വെണ്ടയ്ക്കയോ പയറോ ഒക്കെ ഒന്ന് കൃഷി ചെയ്യണം കേട്ടോ. ഇതൊക്കെ രാവിലെ നമ്മുടെ പറമ്പിലോട്ട് വരുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജി ഇതൊക്കെ കാണുമ്പം തന്നെ. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണേ. ആനക്കൊമ്പൻ വെണ്ട കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ടേ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമ്മുടെ വീഡ് മാറ്റിൻ്റെ അടുത്ത് നമ്മൾ നട്ടയായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. വീഡ് മാറ്റ് നമ്മൾ വിരിച്ചിട്ടതിന് ശേഷം അതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നടക്കാമെന്ന് കരുതിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം വളർന്ന് കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാത്തിനകത്തും ഉണ്ട് കേട്ടോ. മുറ്റത്ത് നമുക്ക് എടുക്കണ്ട, മുറ്റത്ത് നോക്കി നമ്മൾ ഒടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല പരിപാടിയൊക്കെയാണേ. നമ്മളെ കൊമ്പൻ വെണ്ടയും നമ്മുടെ ഊര് വെണ്ടയും ഏകദേശം ഒരേപോലെ നിൽക്കുക. ഇനി മുന്നോട്ട് പോകാം. കുറച്ച് ഉണ്ടമുളക് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ നെയ്മുളകാണ്. ഇത് കണ്ടോ, നിൽക്കുന്നുണ്ടോ? എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. എല്ലാ കമ്പുകളിനകത്തും ഉണ്ട് കേട്ടോ. ഇതെല്ലാം പിടിച്ചിപ്പോണ്ട്. അപ്പോൾ അവൻ്റെ ഒരുപാട് പഴുത്ത് നമ്മളതിൽ നിന്ന് അതിനെ വിഷമിപ്പിക്കാതെ പഴുത്തനെ നമുക്കഞ്ഞ് പറിച്ച് മാറ്റാം. ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കൂടെ നമ്മൾ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്. പല ടൈപ്പ് വിത്തുകൾ, വെറൈറ്റി വിത്തുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് വീട്ട്മാറ്റിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ട് വരാം. അപ്പോൾ എല്ലാ ടൈപ്പും മുളകും ഉണ്ട് കേട്ടോ. ഇത് പച്ച കാന്താരി ആണ്ട് പൂവൊക്കെ വിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങി. ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ എത്ര പറിച്ചാലും പിന്നെയും കാടാണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുവടൊക്കെ കണ്ടാൽ കാട് കയറി കിടക്കുമായിരുന്നു. ദിവസവും വന്നിട്ട് ഓരോ മൂട് വീതം ഇങ്ങനെ പറിച്ച് ഇടുവാണ്. നമ്മൾ പറിക്കും, ഒരറ്റത്തും ചെല്ലുമ്പോഴേ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അടുത്ത അറ്റത്ത് തുടങ്ങും. ഇത് നമ്മുടെ എന്താണ് മുല്ലമൊട്ടാണ്. ഇത് ഒക്കെ പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രാഗൻ്റെ ചുവട് കണ്ടോ, കാട് കയറി കിടക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ല എത്ര പറിച്ചാലും. ഓരോ ദിവസവും വന്ന് രാവിലത്തെ പണിയാണ് ഇതെല്ലാം പോച്ച പറിച്ച് നമ്മൾ കുറേയൊക്കെ കോഴിക്ക് കൊണ്ടു കൊടുക്കും. മുട്ടയിടാനും ഒക്കെ നല്ലതാണ്. പുല്ലൊക്കെ കൊടുക്കണം നമ്മുടെ കോഴികൾക്ക്, കോഴിയെ വളർത്തുന്നവർക്ക്. ഇത് കണ്ടോ, ഇതൊരു പച്ചക്കറി മുളകാണ്. ഇതിനകത്ത് നല്ല മുളകൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. സൂപ്പർ മുളകൊക്കെ ആയി വരുന്നുണ്ട്. കുഞ്ഞു തണ്ട് കണ്ടോ, ഇഷ്ടംപോലെ ആയി വരുന്നുണ്ട്. ഉണ്ടോ.
നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് വീട്ട്മാറ്റിലൊക്കെ കൊണ്ടുവച്ച് ഇതൊക്കെ പിടിക്കുമോ പിടിക്കത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ കറിപ്പയറാണ്, നമ്മുടെ എന്താണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകൾ വാരി എറിഞ്ഞതിൽ നിന്ന് ഒക്കെ പിടിച്ചു വരുന്നതാണ് കേട്ടോ. ഇത് തോരൻ വെക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. മൂക്കുന്നതിന് മുമ്പ് പറിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ഡ്രാഗനകത്തോട്ട് അങ്ങ് പടർന്നങ്ങ് കയറി എപ്പം വന്നാലും ഒരു പിടി പയർ കിട്ടും അതിനകത്തുനിന്ന്. എന്തായാലും ഒരു 2 ആഴ്ചയും കൂടെയൊക്കെ നിൽക്കത്തേ ഉള്ളായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ നിന്നാൽ നമ്മുടെ ഡ്രാഗനെ അവരൊരു വഴിക്ക് ആക്കും. എന്താ ഇഷ്ടംപോലെ കണ്ടോ പയർ കണ്ടോ. മൂക്കുന്നത് വരെ ഇവിടെ നിർത്തിയിരുന്നാലേ ചാഴിയുടെ ശല്യം ഉണ്ടാവും. ചാഴി കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോക്കാം. കണ്ടില്ലേ? ഓക്കെ, കയ്യിലോട്ട് കൊള്ളുന്നില്ല. ഇനി അവിടെ ഓരോ നിപ്പുണ്ടേ. ഞാനിവിടെ വഴുതന നിപ്പുണ്ട്. വഴുതന അവിടെ വേറെ നിപ്പുണ്ട്. ഇതിന് ഇവിടെ മൂത്ത് പോയെന്ന് തോന്നുന്നു. ഇവിടെ നല്ല മഞ്ഞ കളറായി. ഇനി വേറെ ടൈപ്പുണ്ട്, വാ കാണാം. ഇത് വേറൊരു ടൈപ്പ് നല്ല നീളൻ വഴുതന. അത് നമുക്കിനി വിളവെടുക്കാം. വേണ്ടോ, നല്ലൊരു വഴുതനങ്ങ. ഇതിൻ്റെ പേര് വേങ്ങേരി വഴുതനയെന്നാണ്. അപ്പോൾ ആദ്യം പിടിച്ചോണ്ടായിരിക്കും അതിന് അത്രയും നീളമില്ല. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല നീട്ടമുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ വേറൊരു വഴുതന നിൽപ്പുണ്ട്, നമ്മുടെ ഹരിത വഴുതന കണ്ടോ നിൽക്കുന്നേ. അതിനെയും കൂടെ നമുക്കിനി എടുക്കാം. കത്തി എടുക്കാൻ പറ്റുന്നില്ല, കയ്യിലെല്ലാം പച്ചക്കറി ഇരിക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇനി നമുക്കിത് മുറത്തി കൊണ്ടുവന്ന് ഇടാം. അപ്പോൾ നമ്മുടെ മുറം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? ഇനിയുണ്ട്, വഴുതനങ്ങ എടുക്കാനുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ പഴയ വഴുതനയാണ്, ഹരിത വഴുതന. ഇഷ്ടം പോലെ വഴുതനയാണ് ഇതിനകത്ത്, ഇങ്ങനെ കിടക്കുകയാണ് ഇഷ്ടം പോലെ. അപ്പം മഴയത്തൊക്കെ ഇത് ഒന്ന് ചാഞ്ഞൊക്കെ പോയായിരുന്നു. പിന്നെ ഞാൻ വള്ളിയൊക്കെ പിടിച്ച് കുറ്റിയൊക്കെ അടിച്ച് ദാണ്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക. ഇതിനകത്ത് മൊത്തം ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. കുറേ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് പറിക്കുന്നുണ്ട്. ദൂരോട്ട് നോക്കുക, കണ്ടോ. നമുക്ക് കുറച്ച് അത്യാവശ്യം അതിനകത്തുനിന്ന് പറിച്ചെടുക്കാം. ഇതങ്ങ് വലിയ എന്നേങ്കായും പൊക്കത്തിൽ പോയിരിക്കുക. അല്ല, നമ്മൾ ഒരു മൂട് വഴുതനയെങ്കിലും നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. കുറേ കാലം നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഇരുന്നാൽ ഇഷ്ടം പോലെ വഴുതന നമുക്ക് വിളവെടുക്കാം. 1-2 എണ്ണം മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വിളവെടുക്കാം. ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. നമ്മൾ പിച്ചും തോറും കൂടി വരുവാണിത്. കൊടുക്കും തോറും ഏറുമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ പിന്നെയും പൂക്കളും കായകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഈ കിച്ചണിലെ വേസ്റ്റൊക്കെ കലക്കി അടിച്ചതൊക്കെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം അങ്ങനെ അങ്ങ് നിൽക്കുക. ഏത് പറിക്കണമെന്നറിയാൻ വയ്യ. ഇങ്ങനെ ഇഷ്ടം പോലെ അങ്ങ് നിൽക്കുക. ഇപ്പം തൽക്കാലം ഞാൻ ഇത്രേ പറിക്കുന്നുള്ളൂ. അപ്പം വലിയ കുമ്പളമാണ് നമ്മൾ പറിച്ചത്. ഈ നിൽക്കുന്ന നെയ്ക്കുമ്പളമാണ്. അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് പറിക്കുക. അപ്പം 2 എണ്ണം നമ്മൾ അടർത്തിയല്ലോ, വെട്ടിയെടുത്തു. ഇനിയിപ്പോൾ എന്തായാലും തൽക്കാലം ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നെയ്ക്കുമ്പളം എടുക്കാം. ഇനി അത്യാവശ്യം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. ഇപ്പം കറിവേപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വെയിലത്തും തണലത്തും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് എൻ്റെ കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാവിൻ്റെ കീഴിൽ നിൽക്കുന്ന കറിവേപ്പാണിത്. എന്നിട്ട് പോലും നന്നായിട്ട് തഴച്ചു വരുന്നുണ്ട്. ഇനി കറിവേപ്പൊക്കെ നട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മോശം ഇടപാടാണ് കേട്ടോ.
എല്ലാവരും കറിവേപ്പൊക്കെ നട്ടുപിടിപ്പിച്ചോണം. അത് കറിവേപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കീടനാശിനിയൊക്കെ തളിച്ചാണ് ഇനി ഓണകാലത്തൊക്കെ വരാൻ പോകുന്നത്. അപ്പം ഈ വർഷം നമ്മളൊരു കറിവേപ്പ് നടുകയെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് എന്തായാലും കറിവേപ്പിലേക്ക് കടകളിലൊന്നും പോകേണ്ടി വരത്തില്ല. കണ്ടോ, അപ്പം ഇത്രയും ഞാൻ വിളവെടുത്തുള്ളൂ. ഇനി ഓണത്തിനൊക്കെ നമുക്ക് വിളവെടുക്കണ്ടേ? ഇനി ഇഷ്ടം പോലൊക്കെ നിപ്പുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിളവെടുപ്പൊക്കെ നമുക്ക് അന്നേരം കാണിക്കാം. അപ്പം തൽക്കാലം ഇതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ പോകാനുള്ള പച്ചക്കറിയൊക്കെ ഉണ്ട്, ഒരാഴ്ച കൂടുതൽ പോകാനുള്ള പച്ചക്കറികളുണ്ട്. അപ്പം ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും താല്പര്യത്തോടെ കൃഷിയിലോട്ട് വരിക. ഇച്ചിരി ക്ഷമയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇത്രയും വിളവെടുപ്പും കഴിഞ്ഞപ്പോഴത്തെ ഞാനങ്ങ് കുഴഞ്ഞു. അപ്പം താത്തു വയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഗസ്റ്റ് മാസത്തിലെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം കാണും. വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം വസ്തുക്കളൊന്നും ഇല്ലാത്തവർക്ക് ടെറസിലാണെന്നുണ്ടെങ്കിലും ഒരു 50 ഗ്രോ ബാഗ് നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു 10-15 ടൈപ്പ് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പം നമ്മുടെ ശീതകാല പച്ചക്കറികളൊക്കെ നടുന്ന സമയം ആയി വരികയാണ്. അപ്പോൾ അതൊക്കെ ഇത് നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് നടാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഈ വിളവെടുപ്പ് വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പ്രയോജനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹം വരും, എനിക്കും ചെയ്യണം എന്നുള്ളത്. ആര് ചെയ്താലും ഇതേപോലെ പച്ചക്കറിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. 1-2 അല്ലെങ്കിൽ 10 പേര് മാത്രമല്ല കൃഷിയെ ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും കൃഷിയെ ഇഷ്ടപ്പെടണം. അതേപോലെ ക്ഷമയോടെ ചെയ്യുക, നന്നായിട്ട് വിളവെടുക്കുക, നല്ല വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.